പ്രവർത്തകനായ അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. കെ സിക്ക് വേണ്ടി വലിയ മുറവിളിയാണ് സംസ്ഥാനത്തൊട്ടാകെ അനുകൂലികളിൽ നടക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം ഒരു വഴിപാട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക ഒരു വഴിപാട്? അല്ല, ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു അമ്പലമാണ് യമൂർ ഹേമാംബിക ടെമ്പിൾ. അപ്പം ഞാൻ ഇന്ന് അവിടെ അതിരാവിലെ ചെല്ലുകയും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വഴിപാട് നടത്തുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയ നേതാവായിട്ടുള്ള കെ സിക്കും ഞാനൊരു കളഭം കൊണ്ടുള്ള തുലാഭാരത്തിൻ്റെ ഒരു വഴിപാട് നടത്തി ചീട്ടാക്കിയതാണ്. അദ്ദേഹം ഒരു ഉന്നതിയിൽ നിൽക്കുന്ന നമ്മുടെ നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് ഞാൻ വ്യക്തിപരമായി മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട്. ഇത് മെയ് 4 റിസൾട്ട് വരും, മെയ് 18 വഴിപാട് കഴിച്ചേക്കുന്നു. റിസൾട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ കെ സി അവിടെ എത്തുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ എൻ്റെ പ്രിയ നേതാവ് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അദ്ദേഹം എത്തുന്നതന്നെ മുഖ്യമന്ത്രിയായി ആ അമ്പലത്തിൽ എത്തുന്നതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ രോഹിണി നാള് 18-ാം തീയതിയാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ നാള്. ആ നാളിനാണ് ഞാൻ അവിടെ തുലാഭാരം നടത്തിയിട്ടുള്ളത്. ഞാൻ 100% വിശ്വസിക്കുന്നു വളരെ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരും. അതുപോലെ തന്നെ KC വേണുഗോപാൽ എൻ്റെ പ്രിയ നേതാവ് ഉറപ്പായും മുഖ്യമന്ത്രിയാവും എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഫലപ്രഖ്യാപനം വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങളാണ്. നേതാക്കൾക്കിടയിൽ നിന്നും അണികൾക്കിടയിൽ നിന്ന് നേതാക്കൾക്കിടയിലേക്ക് പോലും അത് വ്യാപിച്ചിട്ടുണ്ട്. KCക്കായും VDക്കായും RCക്കായും ഒക്കെ വലിയ യുദ്ധമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അത് ഈ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകർ ആ നിലയിലേക്ക് ചേരി തിരിഞ്ഞ് യുദ്ധത്തിലേർപ്പെടേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അതിനെക്കുറിച്ച് നമ്മുടെ നേതാക്കളാണ് പറയേണ്ടത്. ബാക്കി ആര് മുഖ്യമന്ത്രിയായാലും നമുക്ക് സന്തോഷം തന്നെയാണ്. എല്ലാവരും എൻ്റെ നേതാക്കളാണ്, എല്ലാവരും എൻ്റെ നേതാക്കളാണ്. പക്ഷേ KC വേണുഗോപാൽ ആവണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഒരു നേതാവിനോട് ആഭിമുഖ്യം ഉണ്ടാകുന്നതൊക്കെ അത് വലിയ പ്രശ്നമല്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം തന്നെ ആകണം. ഇപ്പോൾ രാജ്യസഭ MP ആയി നിലനിൽക്കുന്ന പ്രവർത്തിക്കുന്ന കേരള ആലപ്പുഴയിൽ നിന്നുള്ള MP ആയി പ്രവർത്തിക്കുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെ ഈ കേരളത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി ആവേണ്ട ഒരു അത്യാവശ്യകത കേരളത്തിലുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അത്തരം വലിയ പ്രസ്താവന ഒന്നും നടത്താൻ ഉള്ള ഒരാളല്ല ഞാൻ. അതെല്ലാം നേതാക്കൾ പറയട്ടെ. ഇത് ഞാനൊരു എളിയ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ വീടുകളിലും കയറി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ പ്രിയ നേതാവ് അതിനെ ചുക്കാൻ പിടിച്ച് ഒരു നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തുലാഭാരത്തിന് ചീട്ടാക്കിയത്. ആ രോഹിണി നാളിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ ക്ഷേത്രത്തിൽ വരുമെന്ന് ഞാൻ വളരെ ശക്തമായ രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസുമായി വളരെ പ്രാധാന്യം, കോൺഗ്രസിന് വളരെ ബന്ധമുള്ളൊരു ക്ഷേത്രമാണ്. അതായത് അവിടെ തന്നെ വഴിപാട് കഴിക്കാനുള്ള ഒരു ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും വായിച്ചു കേട്ടിട്ടുള്ളതും അവിടെ ഇന്ദിരാഗാന്ധി വരികയും അവിടുത്തെ കൈപ്പത്തി, ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ കൈപ്പത്തി പ്രതിഷ്ഠ ഇന്ദിരാഗാന്ധി കാണുകയും അന്ന് പശുവും കിടാവുമായിരുന്ന കോൺഗ്രസിൻ്റെ ചിഹ്നം ഈ പ്രതിഷ്ഠ കണ്ട് മാറ്റുകയുണ്ടായത്. കൈപ്പത്തിയിലേക്ക് അങ്ങനെയാണ് വന്നതെന്ന്. അത് കോൺഗ്രസുമായിട്ട് ഒരു അമേദ്യ ബന്ധമുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണത്. അപ്പോൾ ഞാനൊരു തികഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ട് ഞാൻ ചില സമയങ്ങളിലെല്ലാം ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് പോയി എൻ്റെ നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നേതാവിന് വേണ്ടി ഒരു വഴിപാട് നടത്തുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വേറെ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഏതായാലും താങ്കളുടെ വഴിപാട് ഫലവത്താകട്ടെ, നേതാവ് മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആശംസിക്കുന്നത്. ശ്യാമിലി, നമുക്ക് കണ്ടറിയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നറിയാം കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ KC അനുകൂലികളുടെ എത്രമാത്രം ശക്തമായ ആവശ്യമാണ് KC വേണുഗോപാൽ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പൂർത്തിയായതിനു ശേഷം മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. അതിനുവേണ്ടി വേറിട്ട മാർഗങ്ങളിലൂടെയുള്ള പ്രചാരണവും അതോടൊപ്പം തന്നെ ഭക്തിമാർഗത്തിലൂടെയുള്ള അത്തരത്തിലുള്ള നീക്കങ്ങളുമെല്ലാം പ്രവർത്തകർ നടത്തുന്നു എന്നുള്ളതാണ് KC വേണുഗോപാലിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണ. ഏതായാലും മെയ് 4 റിസൾട്ട് വരും. മെയ് 18 അദ്ദേഹം വഴിപാട് കഴിച്ചിരിക്കുന്നത്. KC അവിടെ മുഖ്യമന്ത്രിയായി തന്നെ വഴിപാട് കഴിക്കാൻ, തുലാഭാരം കഴിക്കാൻ എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ശ്യാമിലി.